ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളിന്ന് എല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. കാരണം നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും നൽകിയ ദിവസമാണെന്ന് ഇല്ലേ, അവസാന നിമിഷം, അവസാന സമയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹീറോ സീറോ കളിക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ ഒരു ലാഭത്തിൻ്റെ, ക്യാപിറ്റലിൻ്റെ അല്ല, നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ എടുത്ത് ഹീറോ സീറോ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളാരും അത് കേട്ടിട്ടില്ല. കേൾക്കാത്തവർക്ക് ഇന്ന് സങ്കടത്തിൻ്റെ ദിവസമായിരിക്കും, ഒരു പക്ഷെങ്കിൽ ലാഭത്തിൻ്റെ ദിവസമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? രണ്ട് സൈഡിലോട്ട് നമ്മൾക്ക് നമുക്ക് ഇന്നത്തെ ഹീറോ സീറോ ഒന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. നമുക്ക് ഇന്നത്തെ ഹീറോ സീറോ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇതെന്താ സംഭവിച്ചത്? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 476 സസ്റ്റെയിൻ ചെയ്തില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുക, അല്ല മേലോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നു, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് വന്നു. ഇവിടെ നിങ്ങൾക്കൊരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിജക്ഷൻ ക്യാൻഡിൽ, ഇത് ആക്ച്വലി റിജക്ഷൻ ക്യാൻഡിൽ അല്ല, ഇതിൻ്റെ പേര് റീടെസ്റ്റ് എന്ന് തന്നെ. കാരണം മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, സെക്കൻഡ് ക്യാൻഡിൽ വീണു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു. ഞാനിപ്പം ഈ റീടെസ്റ്റ് വന്നപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഇത് റീടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആ റീടെസ്റ്റിൽ കയറിയവർക്ക് ന്യായമായ പ്രോഫിറ്റ് അവർക്ക് കിട്ടി. ഇവിടം വരെ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റ്. ഇത് ഫ്രൈഡേ, ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പോയിൻ്റ് കിട്ടി. ഞാൻ ആ പോയിൻ്റ് എടുത്തത്, സ്ക്രീൻഷോട്ട് എടുത്തത് ഗ്രൂപ്പിൽ കാണിക്കുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും അടുത്തൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇതെന്താണ്? നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലാകുന്ന ഒരു ബെയറിഷ് ക്യാൻഡിൽ, 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ കിട്ടി. അതിന് ശേഷം എന്താണ്? അവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടി നമുക്ക് ഇല്ലേ. ഒരു റീടെസ്റ്റ് ആൻഡ് റിജക്ഷൻ കമ്പൈൻഡ് ആയിരുന്നു ഇല്ലേ. അപ്പോൾ ഡബിൾ കൺഫർമേഷനാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അടുത്ത നമ്മുടെ പോയിൻ്റ് കറക്റ്റ് അവിടെ വരെ വന്നു ഇല്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ധാരാളം. നിങ്ങൾ എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും ടാർഗറ്റ് ഇട്ട് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. നിങ്ങളിപ്പം 30 രൂപയുടെ ഒരു സാധനം എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യൂ താഴോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പി എടുത്തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 40 രൂപ ഇട്ട് വെക്കണം. നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ടാർഗറ്റ്, അത് നിങ്ങൾ ഇട്ട് വെക്കുക. 40 ആണെങ്കിൽ 40, 50 എങ്കിൽ 50, 55 എങ്കിൽ 55, ഇഷ്ടമുള്ളത് നിങ്ങൾ ഇട്ട് വെക്കുക. ഓക്കെ, അല്ല ഇനി ലോട്ട് കൂടുതൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ 5 ലോട്ടുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ 30 രൂപയ്ക്ക് എടുത്തു, 5 ലോട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 40 രൂപ, 50 രൂപ, 60 രൂപ, 70 രൂപ നിങ്ങൾ ഇട്ട് വെക്കണം. കിട്ടിയാൽ കിട്ടട്ടെ. നമ്മളെന്താ ഇതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും മാനുവലി എക്സിറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുമ്പം നമുക്കൊരിക്കലും അത് ആ പോയിൻ്റ് കിട്ടത്തില്ല. അതേസമയം നമ്മൾ ഓർഡർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ആ ക്യാൻഡിൽ കാണത്തില്ല, പക്ഷേ നിങ്ങൾ ഓർഡർ ട്രിഗർ ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ഓക്കെ, ഒരു സെക്കൻഡിൻ്റെ 10ൽ 1 ഭാഗം മതി നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ആകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ചാർട്ടിനകത്ത് നമ്മൾ ആ ക്യാൻഡിൽ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ കാണത്തില്ലായിരിക്കും. മനസ്സിലായി? പക്ഷേ അത് നമ്മുടെ ബ്രോക്കറിൻ്റെ ബ്രോക്കറുടെ ഡയറക്റ്റ് ടെർമിനൽ, മനസ്സിലായി? അപ്പോൾ ആ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ പോലും അതിനകത്തിൽ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇത് ക്ലോസ് ചെയ്യും. ഇപ്പം നമ്മൾ 30 രൂപയ്ക്ക് എടുത്തു, 40 രൂപയ്ക്ക് നമ്മൾ ടാർഗറ്റ് ഇട്ടെന്ന് വിചാരിച്ചു. ഈ 40 രൂപ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് കേൾക്കാം, ക്ലിങ് അടിച്ചു, 40 രൂപ അടിച്ചു. പക്ഷേ നമ്മൾ പിന്നെ തിരിച്ചു പോയി അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് 35 കാണത്തുള്ളൂ, 35, 36, 34 എന്ന് പറഞ്ഞാൽ കാണുന്നത്. പക്ഷേ 40 അടിച്ചു. എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഇടയിൽ ഒരു ട്രിഗർ താഴോട്ട് വന്നു. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയോ. അതുകൊണ്ട് നിങ്ങൾ ഇനി ദൈവത്തെ ഓർത്ത് നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ഇട്ട് വെച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെടുത്ത ക്വാണ്ടിറ്റിയെ പറ്റി നിങ്ങൾ എപ്പോഴും ബോധവാനായിരിക്കണം. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ഞാൻ എടുത്തു, എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, രാവിലെ തന്നെ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് റീ എൻട്രിക്ക് ശ്രമിക്കുക. കയ്യിലിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിരിക്കുന്ന ഡി കെ വന്ന് പ്രീമിയം ഉരിയത്, ഇതൊക്കെ എന്നും പറയുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളുടെ തലക്കകത്തിലോട്ട് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുമോ ഞാൻ. ഓക്കെ, ഈ ഹീറോ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് ഹീറോ ഞാൻ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്, സീനിയർ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, നല്ല രീതിയിൽ പ്രോഫിറ്റ്, രണ്ട് സൈഡിലോട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ സൈഡിലോട്ടും ഇത് കിട്ടി. അതിനുശേഷം ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഓർഡർ ഇട്ട് വെച്ചിരുന്നത് എനിക്ക് ട്രിഗറായ സാധനമാണ്. ഓക്കെ, അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടെന്ന് എനിക്ക് സംശയമുണ്ട്, ഇട്ടോണെന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല എനിക്ക്.
ഓക്കെ. അപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് ചെയ്യാൻ ഗ്രൂപ്പിൽ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് ചില ട്രേഡൊക്കെ. അപ്പം എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് നമ്മൾ പിന്നെ ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട്. ഓക്കെ, അത്ര പോട്ടെ. അപ്പോൾ 2 ഓപ്പർച്യൂണിറ്റികൾ പലതുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അത് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിനകത്താണ് കാര്യം. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാം. ഓക്കെ, ഇപ്പോൾ ഇന്നും നമുക്കൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് നമുക്ക് തന്നത്, ഇല്ലേ? ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബെയറിഷ് സെറ്റപ്പിലോട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ, അതായത് ജൂൺ ഏകദേശം 30 ജൂൺ ലാസ്റ്റ് വീക്ക് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത. കാരണം മുകളിലോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഈ കാര്യങ്ങളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? മുകളിലോട്ട് പോകാത്തക്ക കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മുടെ ഡീലിൻ്റെ താരിഫ് വരുന്നുണ്ട്. പിന്നെ എന്താണ് അടുത്തത്, നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് അൺസർട്ടനിറ്റി ആയിരിക്കും, മാർക്കറ്റ് എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ആയിരിക്കും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അങ്ങനൊരു ഇത് പറഞ്ഞപ്പോൾ, ഒരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളാണ്, ഗ്രൂപ്പിൽ മീൻസ് നമ്മുടെ യൂട്യൂബിലെ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഇങ്ങേർക്ക് എപ്പോഴും PE മാത്രമേ ഉള്ളൂ, ഇങ്ങേർക്ക് ഡൗൺ സൈഡ് മാത്രമേ ഉള്ളൂ, മാർക്കറ്റ് നിങ്ങൾ എത്ര വായിച്ചെന്ന് അറിയത്തില്ല, ജൂലൈ 10 ആകുമ്പോൾ 26,200 500 മാർക്കറ്റ് എത്തും, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എന്ത് അനാലിസിസ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചിട്ട് പോയി. ഞാൻ അദ്ദേഹത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാമേ. ഞാൻ അന്ന് എൻ്റെ സ്ക്രീൻഷോട്ട് ഇതാണ് എൻ്റെ സ്ക്രീൻഷോട്ട്. നിങ്ങൾ നോക്കിക്കേ, മാർക്കറ്റ് ഒറ്റ ക്യാൻഡിൽ പറക്കില്ല, ഊളെന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഊള അനാലിസിസ്, അപ്പ് ആൻഡ് ഡൗൺ സിഗ്നൽ, ബുള്ളിഷ് ട്രെൻഡാണ്. നിങ്ങൾക്ക് മാർക്കറ്റ് വിയാന എന്ന് പറയുമ്പം ഏകദേശം വടക്കുള്ള ആരോ വിയാന എന്നൊക്കെ അങ്ങനെ പറയാം, വീഴാനാന്ന് പറയുന്നവർ വിയാന എന്നൊക്കെ പറയുന്നവർ വടക്കുള്ളവരാണ്. അപ്പോൾ വിയാന ഇൻട്രസ്റ്റ്, ബാഡ് മൈൻഡ്. നോക്കിക്കോ ഫ്രണ്ട്സ്, ജൂലൈ 10 നിഫ്റ്റി 50 26,200, ബാങ്ക് നിഫ്റ്റി 61,000, സെൻസെക്സ് 85,000, ഇത്രയൊക്കെ എത്തുമെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ട് കുറേ ഡയലോഗും പറഞ്ഞ് ആൾ പോയി. അപ്പോൾ ഞാൻ എടുത്തു വെച്ചതിൻ്റെ കാര്യം ഞാൻ അന്നേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, മനസ്സിലല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത്? നമ്മൾ അനാലിസിസ് എപ്പോഴും നടത്തുന്നത്, ഇതും കളഞ്ഞേക്കാം. ഓക്കെ, ഇനിയിപ്പം ആ ആളുടെ ഞാൻ പേരും നാളൊക്കെ മായിച്ചാൽ കളി, നമ്മൾ എന്തിനാണ് വെറുതെ ആളെ അവമാനിക്കുന്നത്? പക്ഷേ കാര്യം പറഞ്ഞാൽ മതിയല്ലോ, ആളെ അവമാനിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പം അവരെ പോലെ ഇപ്പം നമ്മളോട് ഒരാൾ പെരുമാറുന്നത് എങ്ങനെയായാലും, ഇപ്പം പലരും പല കോണിട്ട് നമ്മളെ പള്ളു പറയാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളും അവരെ പോലെ പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അവരും നമ്മൾ വ്യത്യാസം എന്തൊരു വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചതുപോലെ രീതിയിൽ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിടുന്നു. പണ്ട് എന്നോട് പലരും പേഴ്സണൽ പറയാം, സാർ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ലേ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക, അവിടെ പറയുന്നവരുടെ കിടന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് സങ്കടമായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നും വിഷയമുള്ള കാര്യമില്ല, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങ് വിട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് അനാലിസിലോട്ട് വരാം. അതങ്ങ് കളഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് അപ്പം മാർക്കറ്റ് ഇപ്പോൾ ഒരു ബെയറിഷ് സെറ്റപ്പിലോട്ട് മാർക്കറ്റ് 25,000, ഞാൻ ക്ലിയറായിട്ട് പറയാം, 25,000 താഴോട്ട് മാർക്കറ്റ് ഡേ ക്യാൻഡിൽ, ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു, 25,000 താഴെ മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് ബെയറിഷ് സെറ്റപ്പ് ആയിരിക്കും. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് മാർക്കറ്റ് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താഴോട്ട് അടിവാരം, നമ്മുടെ ഭാഷയാണ്, അടിവാരം കാണാം. ഞാനതുകൊണ്ടാണ് ഇന്നത്തെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത്, കരടികൾ പിടിമുറുക്കുവാണ് മാർക്കറ്റ് എന്നുള്ളത് ക്യാപ്ഷൻ ഇട്ടേക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം നിലവിലുള്ള സിനാരിയോ എല്ലാം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് സെറ്റപ്പിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ദിവസം നമുക്ക് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഡേ ക്യാൻഡിലോട്ടൊന്ന് നോക്കാം. ഡേ ക്യാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡേ ക്യാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തേക്കുന്നത്, വലിയ റെഡ് ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വെരി ക്ലിയർ ആണ്. അതായത് പ്രീവിയസ് ഉള്ള 5 ക്യാൻഡിലിനെ വെട്ടി താഴെ വിഴുങ്ങുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിലാണ് ഈ ഉണ്ടാക്കിയത്. ഇതാ നോക്കി, 1 2 3 4 5, ഏകദേശം ഈ 5 ക്യാൻഡിലിനെ ഏകദേശം ഓൾമോസ്റ്റ് ഈ 5 കാലിനെ തീർത്ത് വിഴുങ്ങത്തക്ക രീതിയിലുള്ളൊരു ശക്തനായ ഒരു ക്യാൻഡിലാണ് ഇവിടെ വീണേക്കുന്നത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് തുടങ്ങി എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേ വൈസിലാണ് ഞാൻ പറയുന്നത്,
ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീക്കിലി അനാലിസിസും പ്രീവിയസ് എൻ്റെ പിന്നെ ഡെയിലി ഉള്ള അനാലിസിസും ഒക്കെ കേൾക്കുന്നവർക്കാണെങ്കിൽ ഓൾറെഡി ഞാനിത് 2 ആഴ്ചയ്ക്ക് മുന്നേ ഈ കാര്യം പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ വീഴുന്നുണ്ടോ ആ സമയത്തൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാറുണ്ടെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പ്രീവിയസ് ക്യാൻഡിലുകൾ ഞാൻ എണ്ണി കാണിച്ച് നിങ്ങളെ വീക്കിലി അനാലിസിസ് ചെയ്തിട്ടുണ്ട്. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്നെ പിന്തുടരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തും. ഓക്കെ, അപ്പം ഒരു ബെയറിഷ് ക്യാൻഡിലാണ് രൂപപ്പെട്ടിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സംഭവിക്കുന്നത് ഈ ക്യാൻഡിലിൻ്റെ വിക്ക് കണ്ടോ, ഈ വിക്ക് ഇതാണ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്കുന്ന വിക്കാണിത്. ഓക്കെ, നമ്മളിതാണ് 25,333 പറഞ്ഞൊരു നമ്പർ വരച്ചിട്ടിട്ടുണ്ട് താഴെ. ഓക്കെ, ആ ഒരു ലൈനാണ് ഈ കാണുന്നത്. ഈ ലൈന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 25,333 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് 25,257 വരെ കാണണം. അതും പൊട്ടിയാൽ പിന്നെ 25,000 ആയിരിക്കും നമ്മൾ കാണേണ്ടി വരിക. 25,134 കിടപ്പുണ്ട്, വരച്ചിട്ടുണ്ട് ഇവിടെ. 25,134 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, 25,060 ഏറ്റവും താഴത്തെ ലൈന്. അതും പൊട്ടിയാൽ പിന്നെ താഴെ അടിവാരം നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. വീക്കിലി അനാലിസിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വളരെ അഴിച്ചു പറക്കിയിട്ട് നമുക്ക് ഇതിനെ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്നലെ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മളുടെ റിലയൻസ് ആണ്. ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞിരുന്നു. അത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൽ ഒരു IPO ജിയോയുടെ IPO ആയിരുന്നു. ജിയോയുടെ IPO അവർ മാറ്റി വെച്ചു എന്നുള്ളൊരു വാർത്തയാണ് മാർക്കറ്റിനെ നേരെ താഴോട്ട് കൊണ്ടുപോയി. അത് മാത്രമല്ല, സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അപ്രൂവൽ കൊടുത്തു. അപ്പോൾ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അപ്രൂവൽ കൊടുത്തുകൊണ്ടാണ് അതും ജിയോയെ ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അതൊക്കെ കൂടാണ് റിലയൻസ് താഴോട്ട് പോകാനുള്ള കാര്യം. ഓക്കെ, ഇന്നലത്തെ കാര്യം ഞാൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇനി മിഡ് ക്യാപ്പിലും പറയാനുണ്ട്. ഇന്നെല്ലാം വളരെ വിശദമായിട്ട് സംസാരിക്കാം നമ്മൾ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ ഈ പറഞ്ഞ വരയാണ് 25,333 എന്നുള്ള ആ വര. ഓക്കെ, അപ്പോൾ ഈ 25,333 അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഈ ലൈൻ ഇങ്ങനെ തന്നെ കിടന്നോട്ട്. ഓക്കെ, 25,320 നമ്മൾ മാറ്റണ്ട. ഈ ലൈൻ വേണ്ട, ഈ ലൈൻ നമുക്ക് വേണ്ട. ഈ ലൈനിൻ്റെ പ്രസക്തി കഴിഞ്ഞു. നമുക്കിനി ആ ലൈൻ വേണ്ട. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഈ ലൈൻ വേണമെങ്കിൽ കുറച്ചൊന്ന് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വരെ പോകേണ്ടി വരും. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇത്ര വരെ പോകേണ്ടി വരും. നമുക്ക് ഈ ലൈൻ അല്ല, പിന്നെ ഇവിടെ ഒരു ലൈനൂടെ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒരു ലൈനൂടെ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ലൈനൂടെ കടന്നു കേട്ടോ. ആ ഒരു ലൈനൂടെ കടന്നു. രണ്ടിൻ്റെയും ആവശ്യം, ഇത് നമ്മുടെ ഡേ വൈസിലുള്ള ക്യാൻഡിലാണ്, ഇത് നമ്മുടെ ഇൻട്രാഡേ വൈസിലുള്ള ക്യാൻഡിലാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർത്തിരുന്നോണം. ഡേ വൈസിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇത് രണ്ടും അനിവാര്യത, അതുകൊണ്ടാണ് രണ്ടെണ്ണം എഴുതിയത്. കാരണം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ, അടുപ്പിച്ച് 2 വര 10-40 പോയിൻറ്റിന് എങ്ങനെ വരാമെന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടിൻ്റെ അനിവാര്യതയുണ്ട്. ഇത് ഇൻട്രാഡേ ബേസിസിൽ മാർക്ക് ചെയ്യാനുള്ള വരയാണ്. ഇത് ഡേ വൈസിൽ ഇത് താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് ഇതിന് താഴെയാണ്, 25,333 താഴെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ 25,257 തന്നെ പെട്ടെന്ന് കാണും. ഇതും ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് സാധനങ്ങൾ പോത്തേ ഉള്ളൂ. ഓക്കെ, ബുള്ളിഷ് സെറ്റപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25,418 നമുക്ക് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങപ്പോഴും നമ്മുടെ തലവര അവിടെ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. 426 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമാണ്. ഇന്ന് TCSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 50-50 എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് നാളെ അറിയത്തില്ല. അതിൻ്റെ കൂടുതൽ വിശകലനങ്ങൾ ഞാൻ കേട്ടില്ല. വൈകിട്ട് ഇനി യൂട്യൂബ് കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോകമാണ് മക്കളെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് നമ്മുടെ നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവരാനുള്ള പരിപാടി നോക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ലെവലുകളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നോക്കിയേ കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ ഓസിലേറ്റ് ചെയ്തു. മാർക്കറ്റ് നമ്മുടെ ഇവിടെ ലൈനിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം സപ്പോർട്ട് എടുത്തു, വീണ്ടും നേരെ പോയി, വീണ്ടും അടുത്ത ബ്രേക്ക് ചെയ്തു. ഈ നമ്മുടെ ലൈനിൽ തന്നെ ഓസിലേറ്റ് ചെയ്ത് വന്ന് കളിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ നാളെ ഇനി എന്താ സംഭവം? ഇതിനപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തിൽ ഡേ ക്യാൻഡിലോട്ടൊന്ന് വരാം. ഡേ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ
ഇതെന്ത് വർക്ക് ചെയ്യുന്നില്ല? ഈ ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ? ഒരു ക്ലിയർലി ഒരു ബെയറിഷ് എൻഗൾഫിങ് ക്യാൻഡിലാണ്. ഈ ബെയറിഷ് എൻഗൾഫിങ് ആണെന്ന് വെച്ചാൽ ഈ ഓൾമോസ്റ്റ് ഈ 3 ക്യാൻഡിലിനെ വിഴുങ്ങത്തക്ക രീതിയിലുള്ള ഒരു ബെയറിഷ് ഫുൾ സ്ട്രെങ്ത് ക്യാൻഡിലാണ്. ഒരു ഫുൾ സ്ട്രെങ്ത് ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് ഒരു നല്ല ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 56,624, ഓക്കെ, 62,000 മറ്റേ പുള്ളി പറഞ്ഞ 62,000 പോകുന്ന പറഞ്ഞ സാധനമാണ്. 56,624 ബ്രേക്ക് ചെയ്യണം. 56,624 ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ നിൽക്കുന്നത് 56,956 റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 57,000 കൂട്ടി 57,000 കൂട്ടിക്കോ. 56,624 ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകും. പിന്നെ അടുത്ത ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 56,000 56,000 ഓക്കെ, അപ്പം നാളെ ഈ ക്യാൻഡിലൂടെ താഴെ ഡേ ക്യാൻഡിലൂടെ താഴെ ക്ലോസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് വീക്കിലിയിൽ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ക്യാൻഡിലോട്ട് പോകാം. 5 മിനിറ്റിന് ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ വെരി ക്ലിയർ ആണ്, എങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, സിമ്പിൾ. ഓക്കെ, നാളെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് 56,852 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ സാധനം താഴോട്ട് തന്നെ പോകും. അല്ല ഇങ്ങോട്ട് തിരിച്ച് കയറി ഇവിടെ ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങുമോ അതോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകും മേലോട്ട് പോകുമെന്ന് നോക്കുക. എന്നിട്ട് മാത്രം ഞാൻ പ്രത്യേകിച്ച് പറയണം, എന്നും ഇത് പറയുന്ന കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ഈ ചാർട്ടിനെ ഇപ്പോൾ അങ്ങോട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുഴുവൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ആ വഴിക്ക് നോക്കുക. താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടാർഗറ്റ് നമുക്ക് താഴോട്ട് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാങ്ക് ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓൾ ടൈം ഹൈ നിൽക്കുന്ന സാധനം ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും? നിഫ്റ്റിയെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? അതിനെപ്പറ്റി വിശദമായിട്ട് ഈ സംഭവം എങ്ങനെയൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മുടെ കോഴിക്കോട്ടും പിന്നെ കൊച്ചിയിലുള്ള ക്ലാസ്സിന് അതിൽ വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ദൈവമേ ഇങ്ങനെയൊക്കെയാണോ ഓപ്ഷൻ ബൈയിങ്, ഇതൊക്കെയായിരുന്നു ഇതിനകത്തിൽ ഓപ്ഷൻ ബൈയിങ്, നിങ്ങൾ ചിന്തിച്ച് താടിക്ക് കൈ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് നമുക്ക് അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ അതിന് സമയമില്ല. അപ്പം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം ബാങ്ക് നിഫ്റ്റി ബെയറിഷിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അണ്ണനും വരും. കാരണം നമ്മളുടെ HDFC വീണ്ടും മൂഷികസ്ഥിതി എന്ന് പറഞ്ഞാൽ 2006 ഇന്ന് 2010 മേളിലോട്ടൊക്കെ പോയതാണ്. പക്ഷെങ്കിൽ വീണ്ടും 2006 റേഞ്ചിലോട്ട് വന്നേക്കുവാണ്. 2000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമ്പർ ഓർമ്മയുണ്ടല്ലോ? 1993. നമുക്കെല്ലാം കാണാപ്പാടാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ, പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് സംഭവങ്ങൾ മുഴുവൻ കാണാപ്പാടമാണ്. അപ്പം 1993 നമ്മുടെ എല്ലാം ഓർമ്മയുണ്ടല്ലേ. അതുപോലെ തന്നെ ICICI ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. കോട്ടക് ബാങ്ക് ഓൾ ടൈം ഹൈ ആണ്. ഇന്നലെ 4% 2 ദിവസം മിനിയാന്ന് കയറിയതാണ്. അവിടെ ഒക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് അടിച്ച് താഴെ ഇടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ പലരും എന്നെ ഇന്നലെ ഒരാൾ എന്നെ ഇടിക്കുന്നത് എന്ത് ഒലക്കയാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഓക്കെ, ഒലക്കയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവം സഹായിച്ച് എന്താ പറയുന്നത്, വേണ്ട പോട്ടെ. അപ്പോൾ പറയുന്നത് പറയട്ടെ അല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി, ധാരാളം അത് മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ വരണ്ടേ? നമുക്ക് വരേണ്ടത് നമ്മുടെ മിഡ് ക്യാപ്പിൽ ഞാൻ ഇന്നലെ വളരെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ എന്ന് മിഡ് ക്യാപ്പിൽ ട്രെയിൽ എടുത്തവരെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും ഈ ഞാൻ പറഞ്ഞത് പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ മിഡ് ക്യാപ്പ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു കൺഫർമേഷൻ എന്താണ് പറഞ്ഞത്? ഈ ഗ്രീൻ ലൈൻ ഇല്ലേ, ഈ ഗ്രീൻ ലൈൻ 13,235 പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് നേരെ താഴെ വന്നു, റീടെസ്റ്റ് ചെയ്തു, നേരെ നല്ലൊരു ഒരു ടാർഗറ്റ് കിട്ടി. 13,191 താഴെ വരെ പോയി ഇല്ലേ.
അപ്പം ഇതിനകത്ത് ട്രേഡ് എടുത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. ഇനി ഇവിടുന്ന് തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൺഫർമേഷൻ മേലോട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു സാധനം ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. നോക്കിക്കേ, ഇതെന്താണ് ഈ കാണുന്നത്? ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ മേലോട്ട് പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ പോകണം. ഓക്കെ, ഇതിങ്ങനെ മേലോട്ട് പോയാൽ ഇങ്ങനെ നേരെ താഴോട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് അടുത്ത 13,153 പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി കണ്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ എപ്പോഴും നമുക്ക് മാർക്കറ്റിനെ പറ്റി ചാർട്ട് കാണുമ്പോൾ നമുക്ക് വേണം. മാർക്കറ്റ് ഏത് ദിശയ്ക്ക് പോകും എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അപ്പം വേറെ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക്, കമൻ്റ് ഒന്നും മറക്കണ്ട. നിങ്ങളുടെ കമൻറ്റിനകത്താണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. വീക്കെൻഡാണ്, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പുതിയ ആൾക്കാർ പലരും വന്നിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ള, നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അവിടെ കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.